എവിടെ പോയപ്പോ എടുത്ത ഫോട്ടോ? അത് മൂന്നാർ പോകുന്ന വഴി എടുത്ത്. മറ്റേ ഇതാണോ? അല്ലല്ല, ഇത് മൂന്നാറില്ല, ഈ ഇവിടെ തന്നെ അടിമാലി ഭാഗത്തുള്ള ഏരിയ. ചേച്ചിക്ക് അന്നേരം ഇതിപ്പോ ഒരു 10 വർഷമായില്ലേ പെണ്ണ് എടുത്തിട്ട്? 10 വർഷത്തിന് മേലായി തോന്നുന്നു. ഇത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ചേഞ്ചാ. ഞാൻ സൂപ്പറും ഇത് നല്ല ഭംഗിയുണ്ട് രണ്ടുപേരും നിൽക്കുന്ന കാണാനായിട്ട്. ഇതോ ഈ ഫോട്ടോ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് എടുത്ത ഫോട്ടോ? ഇത് ഫസ്റ്റ് ഞങ്ങളുടെ മഴവിൽ മനോരമ മംഗളം വാരികയിലെ മംഗളം വാരികയില് ഫസ്റ്റ് ചേട്ടൻ വെള്ളിമുങ്ങ സിനിമ ചെയ്ത ആ സമയത്ത് വന്ന ഫോട്ടോയാണ്. ആ വാരികയിൽ ഉണ്ടായിരുന്നതാണ്. നമ്മൾ അങ്ങനെ ഓർമ്മക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. അതല്ല, ഇതെന്താ അറിയാമോ, എനിക്ക് ഇങ്ങനെ പറ്റ വെട്ടിയിറങ്ങാൻ ഇഷ്ടമല്ല. പിന്നെ പടത്തിന്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി ഇപ്പൊ കഴിഞ്ഞ ഇതിൽ വെട്ടി പോലീസുകാരാണ്, അപ്പൊ വെട്ടിയെല്ലാം അപ്പോഴാണ് മീശയൊക്കെ വെച്ചത്. പിന്നെ വേറൊരു ഫോട്ടോ ഇരിക്കുന്നുണ്ടല്ലോ, അതെന്റെ ബ്രദറിന്റെ മക്കളാണ്. ഇതിപ്പോ +2 കഴിഞ്ഞു. ഇതിപ്പോ മെഡിസിന് 4ാമത്തെ വർഷം പഠിക്കുന്നു. ഇത് ഇയാള് വലുതായിട്ടില്ല, പക്ഷെ മെഡിസിന് 4ാം വർഷം ഉക്രൈനിലാണ് പഠിക്കുന്നത്. അടിപൊളി. അപ്പൊ പിന്നെ വേറെ എന്താ നമ്മുടെ കിച്ചണില് നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ വന്നെങ്കിൽ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നെ. ഫുഡൊക്കെ എല്ലാം റെഡി ആയി വെച്ചേനെ. ചേച്ചിയുടെ സ്പെഷ്യൽ എന്ത് കഴിക്കാൻ പറ്റിയെന്ന് നമുക്ക് വേണം. നമുക്ക് ആ ബാൽക്കണി അങ്ങോട്ട് പോലോ? അവിടെ ഇല്ല, അങ്ങോട്ട് പോകൂല. അവിടെ ബ്ലോക്ക് ചെയ്തേക്കുക. ഇത് നോക്കുവാണെങ്കിൽ ഇവിടെ ഈസിലി നമ്മുടെ ഈ ഗ്ലാസും ഒക്കെ വെച്ച് പെട്ടെന്ന് ഇതാക്കാനായിട്ട് കുറെ കബോർഡ്സ്. ഈ കുറെ കബോർഡ്സ് വെക്കുക എന്നുള്ളത് ചേച്ചിയുടെ മെയിൻ ആവശ്യമായിരുന്നു. ഒത്തിരി കബോർഡ്സ് വേണം. എനിക്ക് അങ്ങനെ ഒത്തിരി അടുക്കള നിറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. താഴത്തെ ഫ്ലാറ്റിൽ ഇതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു, അത് വേണ്ടെന്ന് പറഞ്ഞു. ഇത് ഓക്കെ എന്ന് പറഞ്ഞു. നല്ലല്ലേ കബോർഡ്സ് ഉള്ളത്, നമുക്ക് എല്ലാം എല്ലായിടത്തും വെക്കാലോ. ഇതിപ്പോ അത്യാവശ്യം വെക്കാനുള്ളതുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. അല്ല, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നിറക്കണമെങ്കിൽ ഞാൻ തന്നെ വാങ്ങിക്കണ്ടേ? ഇവിടെ നിറച്ചാ മതിയല്ലേ ഇരുന്നുണ്ട്. അത് നിറഞ്ഞിരുന്നാ മതിയല്ലേ, അതുകൊണ്ട് കുറച്ച് മതി, ലിമിറ്റഡ് ആയിട്ട് മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ബാൽക്കണിയിലോട്ട് പോവാം. ഇവിടെ നോക്കുമ്പോ തന്നെ ഏറ്റവും അടിപൊളി ബാൽക്കണി. അയ്യോ, ഇതെന്താ കിടക്കുള്ളൂ. ഇങ്ങോട്ട് പോര്. അപ്പൊ ബാൽക്കണി നല്ല അടിപൊളി വ്യൂ ആണല്ലോ ഇവിടെ. അടിപൊളി ഈവനിങ് ആകുമ്പോഴേ ഭയങ്കര രസാ. ഇപ്പൊ തന്നെ നല്ല നല്ല വെട്ടോ അല്ലേ? ലൈറ്റ് ഇടണ്ട ഇവിടെ? ഇവിടെ അകത്ത് ലൈറ്റ് ഒന്നും ഇട്ടില്ലും കുഴപ്പമില്ല, ഭയങ്കര വെട്ടോ, ഭയങ്കര ഫുള്ള് നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളി വ്യൂ ആയിരിക്കും. ഭയങ്കര മൂടാ, ഫുള്ള് ലൈറ്റും. ഈ ചെറിയ മഴയൊക്കെ വരുവാണെങ്കിൽ അവിടെ മറ്റേ ചെറിയ ഫോഗൊക്കെ വന്ന് അടിപൊളിയായിരിക്കും. ഇന്നലെ പറഞ്ഞില്ലേ ആര് ചാറ്റൽ മഴയും ജോൺസൺ മാഷിന്റെ പാട്ടും കട്ടൻ ചായ എന്ന് പറഞ്ഞ അതെ, ഇങ്ങനെ നോക്കുമ്പോ തന്നെ അവിടോട്ടൊക്കെ നല്ല രസം. എനിക്ക് തോന്നുന്നു മഴക്കാലം ഒക്കെ ആകുമ്പോഴായിരിക്കും അടിപൊളി. ഇപ്പൊ ഈവനിങ് മഴയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ എപ്പോഴും മഴക്കാലം അല്ലേ? ഇനിയിപ്പോ നാളെ തൊട്ട് മഴ തുടങ്ങുമെന്നാ പറയുന്നത്. അതെ, ചെടികളൊക്കെ ആരാ ചേച്ചി നോക്കുന്നത്? ചെടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് വീട് മാറ്റിയപ്പോ ചേട്ടന്റെ വീട്ടിലേക്ക് മെയിൻ കൊടുത്തു വിട്ട്. സാധനം ഉണ്ടല്ലോ, കറിവേപ്പില. അതൊരു അത്യാവശ്യമാണുള്ളത് വീട്ടില്. കൊച്ചിയിലെ സാധനം എല്ലാവരും കടയിൽ നിന്ന് മിക്കവരും വാങ്ങുന്നത്. അല്ല, ഞങ്ങക്ക് കറിവേപ്പില മാത്രമല്ലായിരുന്നു, കറിവേപ്പില, കുരുമുളക് എല്ലാ സാധനം വീട്ടിലായിരുന്നപ്പോ. കുരുമുളക് അവിടെ ഉണ്ട്. ഞാനൊരു അതെ, അവിടെ ഉണ്ടല്ലോ. ഇവിടെ കുരുമുളക് അതെ, ഒരു കുഞ്ഞ് ഇത് വന്നിട്ടുണ്ട്. ഇഞ്ചി വെച്ചിട്ടുണ്ട്. അടിപൊളി. ഒരു ബാൽക്കണിയിലാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെ അതെ, ഒന്ന് സെറ്റ് ആയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി വിളിക്കും, ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും. അത് ചേട്ടൻ പറഞ്ഞല്ലോ, കർട്ടനൊക്കെ ഇടാനുണ്ട്. കർട്ടൻസൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ വരണം. തൊട്ട് ഓപ്പോസിറ്റ് മോള് ഞാൻ കണ്ടത്. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ സിനിമക്ക് പോയാലോ? ഓക്കെ, കൈ കഴിക്കോ? അത്ര ടൈം മതി. വീട്ടിൽ വരാം. പിന്നെ ഇന്റർവെൽ വീട്ടിൽ ചായ ഒരു ദിവസം അങ്ങനെ വന്നിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങള് ധൃതി പിടിച്ച് സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്നാ പോവാന്ന് പറഞ്ഞിട്ട് വേഗം അപ്പൊ എന്തോ കറിയൊക്കെ എന്തോ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് വേഗം ചോറിട്ട് പോയി. സിനിമ പകുതിയായ ഇന്റർവെല്ലിന് തൊട്ട് മുന്നേ ആയിട്ട് എനിക്ക് ചെറിയൊരു സ്റ്റൗ ഓഫ് ചെയ്തോന്ന് എനിക്കൊരു സംശയം. അത് ഇപ്പോഴത്തെ സംശയം മാത്രമല്ല, ഞാൻ എന്നിട്ട് അവിടെ ഓടി ഇവിടെ വന്നു. എന്നിട്ട് ഓടി വന്നപ്പോ ഓഫായിരുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിൽ തോന്നി കഴിഞ്ഞപ്പോഴേക്കേ ഭയങ്കര ടെൻഷനായി. എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീടായിരുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കായിരുന്നു. ഇത് ഇത്രയും ആൾക്കാർ ഫ്ലാറ്റ് മൊത്തത്തിൽ കത്തിച്ചു എന്നൊക്കെ താമസിക്കുന്ന സമയത്തല്ലേ? അതുകൊണ്ട് ഇത് അങ്ങനല്ല, നമ്മൾ ഒരുങ്ങി ധൃതി പിടിച്ച് ഇറങ്ങിയാൽ നമ്മൾ ഇറങ്ങുമ്പോ എപ്പോഴും ഞങ്ങൾ തമ്മിൽ ആ സമയത്ത് ഓർത്തത് ഞങ്ങൾ പിണങ്ങുള്ളൂ ഇറങ്ങാൻ വൈകുമ്പോ. എന്നിട്ട് ഇറങ്ങി ഡോറ് പൂട്ടിയ ലിഫ്റ്റിന്റെ അടുത്തും ഒന്ന് ടോയ്ലറ്റിൽ പോയി നേരെ വന്ന് പിന്നെ ടോയ്ലറ്റിൽ പോയിട്ട് നമ്മൾ വണ്ടി കയറി ചിലപ്പോൾ കുണ്ടൻ്റെ അടുത്തും ചേട്ടായി ഗ്യാസ് ഓഫ് ചെയ്താൽ ഡൗട്ട്.
ഇതെല്ലാ പ്രാവശ്യം ഉള്ളതാ. ചേട്ടാ അപ്പൊ എവിടെ വരെ പോയിട്ടാ ശരിക്കും നിങ്ങളൊന്ന് പോയി ഒരു 10 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഇതേപോലെ? അതിന് കൂടുതൽ തിരിച്ചു വന്നിട്ടുണ്ട്. ആ തിരിച്ചു വരാൻ പറ്റാത്ത സ്ഥലത്തുണ്ട്. ആ കുമ്മളിയിലല്ലേ, കുമ്മളിയില് കുമ്മളിയിൽ ചെന്ന് റൂമിൽ കഴിഞ്ഞ അപ്പൊ എല്ലാരും കുമ്മളി ഹാപ്പി. വാഗമണ്ണ് എവിടെയാണെങ്കിൽ കിലോമീറ്റർ പറയണ്ടല്ലോ, അല്ല എന്നാലും സ്ഥലം കറക്റ്റ്. എല്ലാവരും നല്ല അതെ, സത്യം ഹാപ്പി പറയണം ആയിട്ട് ചേട്ടാ. അതെ ഹാപ്പി ആയിട്ട് എല്ലാരും ചിരിച്ചു കളിച്ചിട്ടിരിക്കുമ്പോ എന്നെ വിളിക്കണം അവിടെ നിങ്ങൾ വന്നിരുന്നു. ഞാൻ ചെന്നപ്പോ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു. ഇടിച്ചാ കൊല്ലില്ല. വലിയ സമാധാനം പോയല്ലോ തിരിച്ചു വരുന്നത്. അത് പറഞ്ഞല്ലേ, നമ്മൾ മാത്രമേ കത്തിപ്പോക്കോട്ടെ, കുഴപ്പമില്ല. ഇത് ഇത്രയും ഫ്ലാറ്റിരിക്കല്ലേ. പ്രൈം ഏരിയ കത്തിച്ചു എന്നൊക്കെ. എന്റെ ആങ്ങളേനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഞാൻ. വീട്ടിൽ നിന്ന് വിളിച്ചോടത്തി ഓഫ് ആയി നോക്കിച്ചിട്ടുണ്ട്. എടാ ഒന്ന് നോക്കൂ, ഞാന് ഓഫ് ചെയ്തോന്ന്. എന്റെ ഭാഗ്യത്തിന് ജനലൊക്കെ തുറന്നൊക്കെ വന്ന് നോക്കിയ സന്ദർഭങ്ങളൊക്കെ ചേച്ചി ഉണ്ടായിട്ടുണ്ട്. ഇനി ഇപ്പൊ എവിടെയെങ്കിലും ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ചേച്ചി ഒരു ഫോട്ടോ അല്ല, എടുത്തു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പൊ. ഞാനല്ലേ ആദ്യം വിളിക്കുന്നത്. അല്ല, അങ്ങനെയുള്ള ചെറിയ ചെറിയ മറവിയും കാര്യം മാത്രമല്ല, അതൊക്കെ എല്ലാ കാര്യത്തിലും സെറ്റാണ്. ചെറിയായിട്ട് ഒരു ഗ്യാസ് പക്ഷെ അതൊക്കെ ഓഫ് ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്റെ മാനസിക രോഗമാണ്. മാനസിക രോഗമാണത്. സത്യം അല്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ എന്താ ഒരു ഉദ്ദേശം? സംഭവം. എന്താ സ്വയം പറഞ്ഞ അങ്ങനെ ആവാനാ? അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ. ഇപ്പൊ നാളെ വന്നെന്തായിരിക്കോ ഭാഷാ ഷാജിയുടെ ഭാര്യക്ക് മാനസിക പ്രശ്നം. അല്ല. റീസെന്റ് വന്ന ഇതേപോലത്തെ ന്യൂസ് എന്താ? ആ ഭാഷാണം ഷാജി അതീവ ഗുരുതര നിലയിലുണ്ട്. പിന്നെ അത് എനിക്ക് ഏത് മോൻ ചെയ്താലും എന്താ ചേച്ചിക്ക്? എനിക്ക് ക്യാൻസർ ആണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാർത്ത. മുടി കളഞ്ഞ ഞാന് പഴനി പോയതാ. പഴനി പോയി മുടി മൊട്ടടിച്ചു. ആ. അതെ, അതിനിടയ്ക്ക് എനിക്കൊരു സർജറി വന്നു. ഞങ്ങള് ഹോസ്പിറ്റലിൽ. അപ്പൊ ഈ പൊട്ടൻ എന്തെടുത്തെന്ന് അറിയോ? ആ. എനിക്ക് ഭക്ഷണം വാരി തന്നെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ ആശുപത്രിയിൽ ഇതിന് മാത്രമാണ് കിടക്കുന്നത്. അല്ല, അത് ഇപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞു, ഇന്നിപ്പോ ഈ പയ്യന് പിന്നെ വേറൊരു ഭാഷാണം ഷാജി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ടീമുണ്ടല്ല. ഭാഷാണം ഷാജി ഒരു തികഞ്ഞ മദ്യപാനിയാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പൊ പടത്തിൽ ഞാൻ എന്റെ പൊന്നു പെങ്ങളെ ഞാൻ പിരിവിട്ടടിക്കാൻ വിളിച്ച പോലെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാ നീ ആ ഞെട്ടും. ഞെട്ടും എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കണ്ടില്ലല്ലോ. ആ അതങ്ങനെ പറഞ്ഞ ആരോ പറഞ്ഞു എന്റെ അടുത്ത്. അതല്ലേ. അതെ. ലൊക്കേഷനിലൊക്കെ കുടിച്ച് അലമ്പുണ്ടാക്കും. ഓയ്യോ. ആ ഇന്ന് നമുക്ക് മെയിൻ നമ്മുടെ ബെഡ്റൂംസ് ആണ് അല്ലെ? ആ. രണ്ട് തീർച്ചയായിട്ടും. 2 BHK. നമ്മുടെ മെയിൻ ഏരിയ അല്ലേ? ആ. ഡൈനിങ് ഏരിയ, ഡൈനിങ് ഭക്ഷണം ഏരിയ. കഴിക്കുന്ന സ്ഥലം. അതെ, ഇവിടെ ഇരുന്നാൽ ഇതിപ്പോ നമ്മള് ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവും. അറിയില്ല. അതെ, അല്ലെങ്കിൽ ഇത് ഡൈനിങ് ഏരിയ ഇതെന്താ ഭാഷാം ഷാജിയുടെ വീട്ടില് വീട്ടിലൊരു പുതിയ- ഓവൽ ഷേപ്പിലൊരു സാധനം പുതിയ കിടക്കുന്നത് അതെന്താണ്? അപ്പൊ നമ്മുടെ എന്തായാലും നമ്മുടെ ഹോം ടൂർ ആകുമ്പോ പിന്നെ നമ്മളെല്ലാം കാണിച്ചു അതെ കൊടുക്കും. അതെ, ഇപ്പൊ ഇങ്ങനെ നിക്കണോണ്ടാട്ടാ ഞാനിപ്പോ എന്റെ കൂട്ടത്തിൽ എല്ലാരും പറയും എനിക്ക് കുറച്ച് മേടിച്ചാൽ പറ്റില്ല. നിറയണം. ഭക്ഷണം നിറയെ കഴിക്കണതല്ല, ഉം. വെക്കണതും കൊടുക്കാനും വേണ്ടിട്ട് അത് കുറച്ചൊന്നും മേടിച്ച് എനിക്ക് തൃപ്തിയാവൂല. വൃത്തിയാവില്ല. അപ്പൊ എപ്പോഴും പറയാം എന്തിനാ ഇത്ര മേടിക്കണം, എന്തിനാ? പക്ഷെ അതങ്ങനെ ശീലിച്ചു. ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10 മക്കളായിരുന്നേ. ആ. അപ്പൊ അവിടെ ചോറ് വെക്കണം, കുറെ വെക്കും. ആ. കുറെ വെക്കും തന്നെ. ഇപ്പൊ ഞങ്ങളിപ്പോ 10 പേരെ പോലെ 10 പേരും കൂടി ഒന്നാ കഴിക്കാനുള്ള ചോറുണ്ടാവുമ്പോൾ ആരും വിശന്നിരിക്കരുത്. ആ അതങ്ങനെ കണ്ട് ശീലിച്ചേക്കണം. ഇപ്പൊ ഇല്ലായ്മയിലാണെങ്കിലും അത് റേഷനറി ആണെങ്കിലും ഉണ്ടാവും. അപ്പൊ അത് ഇവര് ചേട്ടനനിയന്മാരെല്ലാരും വരുമ്പോ ചിലപ്പോ അവരുടെ കൂട്ടുകാരന്മാർ 2-3 പേരായിട്ടായിരിക്കും വരുന്നത്. വരുന്നത്. എന്റെ കൂടെ രണ്ടുപേരും ആരാ വരണേന്ന് പറയാൻ പറ്റൂല കൂടെ കഴിക്കാനായിട്ട്. ആ. കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ആയിട്ടായിരിക്കും വരുന്നത്. ഉം. അതുകൊണ്ട് എപ്പോഴും ചോറുണ്ടാവും. പിന്നെ ആ. കറിയുടെ കാര്യമായിരിക്കുള്ളൂ. കറി വലിയൊരു ചമ്മന്തി അരച്ചാലും മതിയല്ലോ. അതെ, ആ സമയത്ത് എന്തെങ്കിലും. പേടിച്ചു പോയിട്ടുണ്ട്. ഇവര് രണ്ടുപേരുള്ള വീട്ടിൽ നിന്നല്ലേ വന്നത്. ആ. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കലം കണ്ടപ്പോഴത്തേക്ക് പുറകോട്ട് പോയി. എത്ര വലിയ അണ്ടാവിലാണോ ചോറ് വെക്കുന്നത്? ആ അതുപോലെ അങ്ങനെ തന്നെ ആയിരുന്നു. ആ. വലിയ കലായിരുന്നു. ഈ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇതേപോലെ കുറെ ഗസ്റ്റിനെയൊക്കെ ഇങ്ങനെ വിളിച്ചോണ്ട് വരും അല്ലേ? ആ, ഇങ്ങോട്ടും വരാറുണ്ട്. ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാവും ഞങ്ങൾ. വരാറുണ്ട്. എല്ലാ- ചേട്ടായി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവും. വരാറുണ്ട്. വരും. അപ്പം നമ്മുടെ ബെഡ്റൂമിലോട്ട് പോയാലോ? ഉം. മാസ്റ്റർ ബെഡ്റൂം ഏതാ? അങ്ങനെയൊന്നുമില്ല, രണ്ട് അങ്ങനെയൊന്നുമില്ല. മാസ്റ്റർ. രണ്ട് മാസം ഞങ്ങൾക്ക് അതും മാസം ഇതും ഒരു മാസം. മാസം. അതിനകത്ത് നല്ല വ്യൂ ഒക്കെ ഞാൻ ജസ്റ്റ് കയറി. സെറ്റ് ആവാത്തൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അതെ. അയ്യോ, ഇവിടുന്ന് നല്ല കിഡിലും വ്യൂ ആണല്ലോ. ആ, ആ കാർഡ്സ് ഒക്കെ ഇരിപ്പുണ്ടല്ലോ. കാഴ്ച ഞങ്ങൾ രണ്ടുപേരും കൂടി രാത്രി കളിക്കും. 1000 രൂപ വെച്ചാ കളിക്കണേ ഞങ്ങള്. പറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ചേട്ടനിരിക്കും, ആർട്ടിസ്റ്റ് സൈഡില്. ആ ഇരിക്കും. ഇത് ലക്ഷ്മിയാണ് ഇതിന്റെ ആള്. 1000 രൂപ എന്ന് പറയല് മാത്രമേ ഉള്ളൂ ചേച്ചി കേട്ടോ. ഇരിക്ക്. പൈസ ഒന്നും കൊടുക്കലില്ല. ചുമ്മാ 1000 രൂപയ്ക്ക് കളിക്കാന്നൊക്കെ പറയാം. ഇവിടെ നമ്മള് അവിടെ ഇരുന്നോ? വന്നല്ലോ. ഇദ്ദേഹം ഇല്ലാത്തൊരു സീൻ ഇല്ല ഇല്ല. ഇല്ല കേറിക്കോ കേറിക്കോ ബാബാ കേറിക്കോ. ഇരുന്നോ? അങ്ങോട്ടില്ല ഇവിടെ അങ്ങോട്ട് ഇവിടെ ഇവിടെ അങ്ങോട്ടില്ലേ കസേര. അമ്മേ. വിളിച്ചോണേ. അവിടെ ഇരുന്നു. അവിടെ ഇരുന്നു. അവിടെ ഇരുന്നു മോൻ. ആ ഗുഡ് ഗുഡ്. അപ്പൊ അങ്ങനെ ഇത് ഞങ്ങൾ റബ്കോന്റെ ഉം. ഞാനൊരു അവരൊരു ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടി ചെന്നായിരുന്നു.
അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്നത്. അതെ. പക്ഷെ ഇതും കൊണ്ട് ഞാൻ വലിച്ചു വെച്ചിട്ട് നടക്കുക, എവിടെ ഇടണമെന്ന് അറിയാൻ മേലാതെ സ്പേസ് ഇല്ലല്ലോ. ഇതുള്ള ഇവിടെ ഇരുന്നുകൊണ്ട് ആ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിക്കാം. ആ പിന്നെ ജോൺസന്മാരും കട്ടൻ ചായയും. എവിടെ വ്യൂ ഉണ്ടോ അവിടെ കട്ടൻ ചായ ഉണ്ട്. പിന്നെ എന്താ പറയാ, ഇതിലൊരു ദിവസമേ ഞാൻ വൈഫിനെ അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ ആടാൻ പറഞ്ഞു. ഒരു നൈറ്റ് ഇതേപോലത്തെ ദൊറോത്തി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുത്ത് ഒറ്റക്കെ ഉള്ളു ഇവിടെ. എന്നിട്ട് രാത്രി ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നിട്ട് മറ്റേ ഇതിലെ കാഞ്ചനയില മ്യൂസിക് എടുത്തിട്ട് അതെടുത്തിട്ടിട്ട് ഞാൻ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തിട്ടുണ്ട്. സ്വന്തം വീട് കൊണ്ട് പേടിച്ചോ? ഫ്രണ്ട്സിന് ഇയാൾ അയച്ചു കൊടുത്തു. എന്നിട്ട് അവര് എന്റെ അപ്പനെ വിളിച്ചു. ഈ ഡ്രസ് ഇതുപോലത്തെ ഡ്രസ്സുകൾക്കെല്ലാം ദൊറോത്തി ഡ്രസ് ചേട്ടൻ പറയുന്നത്. അതെ അതെ അതെ, ദൊറോത്തി ഡ്രസ്സാണ് ഇഷ്ടം. എനിക്കോ? അങ്ങനെയൊന്നുമില്ല ഇഷ്ടം. സാരി മാത്രം അങ്ങനെ ഉപയോഗിക്കാത്തുള്ളൂ. ബാക്കി എല്ലാ ഡ്രസ്സും ഓക്കെ, ഞാൻ കംഫർട്ട് ആവില്ല. അതെ, സാരി എന്താന്നറിയോ, സാരിയിൽ നമ്മൾ പിൻ ചെയ്യുമല്ലോ, ആൾക്ക് പിൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ സാരി എടുക്കൽ പരമാവധി ഞാൻ ഒഴിവാക്കി. അപ്പൊ കൊറേ ഇവിടെയാണല്ലോ. എവിടെ പോയി സാധനം നോക്കിയിരിക്കായിരുന്നു, ഇവിടെയാണല്ലേ ഫുള്ള് വെച്ചേക്കുന്നത്. ഇത് ഫുള്ളല്ല, ഇതൊരു 2 മാസം 3 മാസത്തെ ഉണ്ടാവും. ഈ ലാസ്റ്റ് 3 മാസത്തെ അത്രേ ഉള്ളൂ. ഇവിടെ വന്നതിന് ശേഷം എണ്ണാൻ പോലും പറ്റുന്നില്ല. ഈ ബാക്കിയുള്ളതൊക്കെ ഇവിടെ വെച്ചേക്കാം. ഞാൻ പറഞ്ഞു റാക്ക് അടിക്കണ പറഞ്ഞു. വേറെ കുറെ വീട് മൊത്തം റാക്ക് അടിക്കേണ്ടി വരുമല്ലോ. പിന്നെ ഇവിടെ ഫുള്ള് ഇതിനകത്ത് മൊത്തം നിറച്ച് വെച്ചേക്കാണോ? ഇല്ല, അതില് തുണികളൊക്കെ വെച്ചിട്ട് ഞാൻ വേറെ അവിടെയൊക്കെ പെട്ടികളാ. അതല്ല വേണേ, ഇത് ഡ്രോയിങ് ഒക്കെ ഉണ്ടല്ലോ. ഇത് ഓരോരുത്തര് എന്നെ വരച്ചു തന്നെ, കൊച്ചു കുട്ടികൾ വരച്ചു തന്നതാ. പിള്ളേര് വരയ്ക്കുന്നല്ലേ? അവര് സ്കൂളിൽ ചെല്ലുമ്പോ മെസ്സി കൃഷ്ണ എന്നൊക്കെ എഴുതിയേക്കുന്നു. അത് എഴുതിയ ആളല്ലേ. പക്ഷെ ഞാൻ ഒന്നും രശ്മി കളയില്ല, എല്ലാം സൂക്ഷിച്ചു നോക്കും. ഇനിയിപ്പോ ഇത് ചെയ്യണ റാപ്പ് ചെയ്ത് വെച്ചിട്ട് എല്ലാം സെറ്റാക്കി വെക്കും. നല്ല ലൈഫുള്ള ഫോട്ടോസ്, നല്ല രസമുണ്ട്. എന്നെ പിന്നെ കുത്തി വരച്ച ഞാനായില്ല. കൊച്ചു പിള്ളേരും അതിലെ പെൻസിൽ കൊണ്ട് ഇങ്ങനെ രസമുണ്ട്. ഒരു ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ആർട്ടിന്. കൊറേ